അപ്പോൾ ഈ കുട്ടികളിൽ ജനി ജനിക്കുമ്പോൾ തന്നെ ഇപ്പം ഹിയറിംഗ് ഒക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ നേത്രപരിശോധന ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? യെസ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മളെ ഒരു ജനിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ തല വലുതും കയ്യും കാലും ചെറുതായിരിക്കും. അതെ അതെ. ഒരു ചെറിയ കുട്ടി ഒരു 1/4 ഏകദേശം തലൻ്റെ വലുപ്പമുണ്ടാവും. ടോട്ടൽ ഇപ്പോൾ ഒരു 50 സെൻറ്റിമീറ്ററാണ് കുട്ടീൻ്റെ ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ അതിലൊരു 1/4 തലയായിരിക്കും. നേരത്തെ നമ്മളൊരു മുതിർന്ന ഒരാൾ ഒരു 150 സെൻറ്റി അല്ലെങ്കിൽ 180 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ 1/4 പോയിട്ട് 1/10 ഉണ്ടാവുള്ളൂ തല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തല നല്ല വലുപ്പം ഉണ്ടാവും, പിന്നെ ഉടൽ ചെറുതായിരിക്കും, പിന്നീട് ഉടൽ ഇങ്ങനെ കൂടി വരും, തല അതിനനുസരിച്ച് വല്ലാണ്ട് വലുപ്പം കൂടില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ കണ്ണും അതേപോലെ തന്നെയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു മുതിർന്ന ഒരാളുടെ ഏകദേശം 80% സൈസ് ആ കണ്ണിനുണ്ടാകും കുട്ടിക്ക്. എന്നുവെച്ചാൽ കൈയാണെങ്കിൽ നമ്മളെ കൈ ഒരു വിരലിൻ്റെ സൈസ് ചിലപ്പോൾ കുട്ടീൻ്റെ കൈ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ കൈയും കാലം നേരെ നന്നായിട്ട് വളരും, എന്നാൽ കണ്ണ് അധികം വളർച്ച ഉണ്ടാകും. അവിടെ തന്നെ ഈ നമ്മളെ ഇത് കുറേ പറയാനുണ്ട്, പക്ഷേ ചുരുക്കി പറയാണ്, നമ്മളെ കണ്ണിൻ്റെ ഈ ഒരു നോർമൽ വിഷൻ എമട്രോപ്പി എന്നറിയും. നമ്മൾ ലൈറ്റ് വരുമ്പോൾ അത് പതിക്കേണ്ട യഥാസ്ഥാനത്ത് പതിക്കുന്നതിനാണ് എമട്രോപ്പി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞതാണ്, കുറേ വാക്കുണ്ടല്ലേ. അപ്പോൾ ആ പതിക്കുന്ന അവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം കണ്ണിൻ്റെ കോർണിയാണ്, ഫ്രണ്ടിലെ ഗ്ലാസ് പോലത്തെ സ്ട്രക്ചർ. അതിൻ്റെ ഷേപ്പ്, ക്ലാരിറ്റി വളരെ പ്രധാനമാണ്. അതുപോലെ കണ്ണിനകത്തുള്ള ലെൻസും, അത് രണ്ടുമാണ് മെയിനായിട്ട് റിഫ്രാക്റ്റീവ് സ്ട്രക്ചേഴ്സ്, എന്താ നമ്മൾ ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഈ വളർച്ച കഴിഞ്ഞാൽ എന്താ പറയുക, ജനിച്ച ഉടനെ ഉള്ള ഷേപ്പ് ആവില്ല, കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും, ചെറുതായിട്ട് ഇങ്ങനെ മാറ്റം വന്നുകൊടുക്കും. അങ്ങനെ കാഴ്ച തകരാറുണ്ടെങ്കിൽ അത് കൂടുകയും കുറയും ചെയ്യുന്നു, അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ നോർമൽ ആയിരിക്കും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ മുഖത്ത് നോക്കിയാൽ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു കൈ ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം ഒടിഞ്ഞ് കിടക്കണമെന്ന് പറയാൻ കഴിയും. പക്ഷേ കണ്ണങ്ങനെ സ്ട്രക്ചറിൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഫങ്ഷനിൽ കുറവായിരിക്കും. നോട്ടത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ കുട്ടീൻ്റെ കാഴ്ച കുറവായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്താലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞിനും ഒരു കുട്ടികളുടെ ഡോക്ടർ പരിശോധിക്കും. അപ്പോൾ കൈയും കാലും മൂക്കും കണ്ണും ഒക്കെ വിശദമായിട്ടൊന്ന് നോക്കും. പക്ഷെ കണ്ണിൻ്റെ വിശദമായിട്ട് ടെസ്റ്റ് ചെയ്യാറില്ല. കാരണം അത് 3-4 കാര്യങ്ങളാണല്ലോ. ഒന്ന്, കാഴ്ച നോക്കുന്നതും കേൾവി നോക്കുന്നതും ചെറിയ വ്യത്യാസമുണ്ട്. കേൾവി വളരെ സിമ്പിളായിട്ട് OAE എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ബെറാൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് വഴി എല്ലാ ഹോസ്പിറ്റലിലും ജനിച്ചുകൊണ്ട കുട്ടീൻ്റെ ടെസ്റ്റ് പരിശോധിക്കാറുണ്ട്, അത് അറിയും ചെയ്യും. കണ്ണിൻ്റെ ടെസ്റ്റ് അത്ര സിമ്പിളല്ല. തുടക്കത്തിൽ കാഴ്ച നോക്കുക എന്നുള്ളത് അത്ര സിമ്പിളല്ല. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള VEP എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് ഏകദേശം ധാരണ കിട്ടും. അതർവൈസ് വിശദമായിട്ടുള്ള നമുക്ക് ടെസ്റ്റിങ് ചെയ്യാനുള്ള സിമ്പിൾ ഓപ്ഷൻസ് ഇല്ല എന്ന് പറയും. പിന്നെ കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റിൽ കുറേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ, അത് ആ സമയത്ത് പ്രായോഗികമല്ല. നമ്മൾ ഏത് ടെസ്റ്റും നമ്മൾ ചെയ്യുമ്പോഴും അത് ആ പ്രായത്തിൽ പ്രായോഗികമാണെന്ന് നോക്കാറില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ കണ്ണിന് തുടക്കത്തിൽ ആദ്യം ടെസ്റ്റ് പ്രായോഗികമല്ല. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് പാരൻസിനെ ചെയ്യാവുന്നത്, ഒന്ന് കണ്ണ് രണ്ടും ഒരേ സൈസാണോ എന്ന് നമുക്ക് നോക്കാമല്ലോ. നമുക്കിപ്പോൾ ഒരു കൈ വലുതും ഒരു കൈ ചെറുതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ, പക്ഷെ കണ്ണ് അത്ര സിമ്പിളായിട്ട് കണ്ണ് മനസ്സിലാവില്ല. എന്നാലും പാരൻസിന് നോക്കാം. ഒന്ന്. രണ്ട്, നമുക്ക് അലൈൻമെൻറ്റ് നോക്കാം. രണ്ട് കണ്ണ് നമ്മളിപ്പോൾ ഒരാൾ കോങ്കണ്ണുള്ള ആളെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും, ഒരു കണ്ണ് നമ്മളെ നോക്കുന്നു, ഒരു കണ്ണ് സൈഡിലേക്ക് നോക്കുന്നു. അത് സൈഡിലേക്കാവാം, അല്ലെങ്കിൽ ചെവിൻ്റെ സൈഡിലേക്കാവാം, അല്ലെങ്കിൽ മൂക്കിൻ്റെ സൈഡിലേക്കാവാം. അത് രണ്ട് രീതിയിലാവാം. അതുണ്ടോ നമുക്ക് നോക്കാം. അത് എല്ലാ പൊസിഷനിലും നമുക്ക് ജസ്റ്റ് കുട്ടീനെ തല തിരിച്ചിട്ട് അങ്ങോട്ട് കൂടെ നോക്കാം, സിമ്പിളായിട്ട് പാരൻസിന് നോക്കാം. ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ ഒരു മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏറിയ 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് കുട്ടികളുടെ ഡോക്ടർ മൊത്തം ശരീരം ഒരു പരീക്ഷിക്കുക. അത്ര തിരക്കാണ് എല്ലായിടത്തും ഉള്ളത്, ഗവൺമെൻറ്റിലും പ്രൈവറ്റിലൊക്കെ അങ്ങനെ തന്നെ. അതുകൊണ്ട് വിശദമായുള്ള ടെസ്റ്റ് ചിലപ്പോൾ ചെയ്തുകൊണ്ടൊന്നുമില്ല. കണ്ണ് വിഷയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് ദിവസങ്ങൾ നോക്കാൻ പറ്റും. അപ്പോൾ ചില കുഞ്ഞ് ജനിച്ച് ഒരു മാസം തുടക്കത്തിൽ കുട്ടിക്ക് ഒരു ഡിമ്മായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടാവുക, ഏകദേശം ഒരു ധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നീട് കളറൊക്കെ പതിയാണ് വന്ന് തുടങ്ങുക, ഏതാനും ആഴ്ചകൾ മാസങ്ങളെടുത്ത് കൊണ്ട്. അപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ ഏകദേശം കുട്ടീൻ്റെ അമ്മേനെ നോക്കാൻ തുടങ്ങും, ഏകദേശം കാണാൻ തുടങ്ങും. ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ മുഖത്തൊക്കെ ചിരിക്കാൻ തുടങ്ങും. പിന്നീട് ഒരു 3-4 മാസമൊക്കെ ആകുമ്പോൾ ഓരോ വസ്തുക്കൾ ഇങ്ങനെ വലിയ വസ്തുക്കൾ ഇങ്ങനെ ചലിക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ നോട്ടെത്തും. 5-6 മാസമാകുമ്പോൾ പതുക്കെ ഒരു സാധനങ്ങൾ പിടിക്കാൻ വേണ്ടി നോക്കും. അതിൽ പതിയെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഓരോന്നും നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ പാരൻസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആക്സസ് ഉള്ള ആളുകളാണ്. അവർക്ക് ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം, കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കാൻ പറ്റും. അപ്പോൾ അത് വീഡിയോ അവൈലബിളാണ്, ടെക്സ്റ്റ് അവൈലബിളാണ്. അതൊക്കെ നോക്കിയിട്ട് എൻ്റെ കുഞ്ഞും ഇതുപോലെയാണോ എന്ന് നോക്കാം. അതിലെന്തെങ്കിലും ആ ഭാഗത്ത് സംശയം തോന്നുകയാണെങ്കിൽ വേഗം കൊണ്ട് കുട്ടികളുടെ ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഒന്ന് അലൈൻമെൻറ്റാണ്, രണ്ടാമത്തത് കണ്ണിൻ്റെ സൈസാണ്, മൂന്നാമത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഒരു ടോർച്ച് അടിച്ചിട്ട് എന്ത് ചെയ്യുക, 2 കണ്ണിൻ്റെ അകത്തുനിന്ന് ശരിക്കും റിഫ്ലക്സ് ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാവില്ല.
അതിലെന്തെങ്കിലും ആ കണ്ണിൻ്റെ നമ്മളെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കോർണിയ, അതിൻ്റെ അകത്തുള്ള കറുത്ത സ്ട്രക്ചർ, അതിനാണ് ഐറിസ് തന്നെ. ഐറിസിൻ്റെ നടുക്ക് ചെറിയ ഗ്യാപ്പുകൾ, ആ ഗ്യാപ്പുള്ള പീപ്പിള്, അതിൻ്റെ പുറകിൽ ലെൻസ് ഉണ്ടാവും. അപ്പോൾ ആ ലെൻസിൻ്റെ ആ നടുക്കുള്ള ഭാഗത്ത് വെള്ള കളർ കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സീരിയസ് ആണ്. അത് പല അസുഖങ്ങളുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. ബട്ട് അതെന്തായാലും കുട്ടികളുടെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് അത് കുഴപ്പമുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തണം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്ന് തിമിരമാണ്. ആ തിമിരം കണ്ടെത്തി കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, ജനിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ സർജറി ചെയ്താലേ ആ കുട്ടിക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയുള്ളൂ. അത് ഒരു 2-3 മാസം വൈകി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് ആ കുട്ടിക്ക് കണ്ണിൻ്റെ കാഴ്ച ശക്തി തിരികെ കിട്ടുകയില്ല. ആ കണ്ണിൻ്റെ 2 കണ്ണിനുണ്ട്, 2നും കാഴ്ച അടിമ ഉണ്ട്. അത്തരം ഇത് സാധാരണ ഇതിൽ അങ്ങനത്തെ തിമിരൊക്കെ വരുന്നത്, കഞ്ചനിൽ കാറ്റാക്ട് വരുന്നത് വളരെ വളരെ വിരളമാണ്. വരുന്നതിന് അത്തരം കേസിൽ മറ്റ് ശാരീരിക അസുഖങ്ങൾ ചില ആൾക്കെങ്കിലും ഉണ്ടാവും. മറ്റ് മദറിന് എന്തെങ്കിലും സാംക്രമിക അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരം കേസുകൾ മിക്കവാറും ഹോസ്പിറ്റലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകളും കുട്ടികളുടെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നമുക്കൊന്നും സംഭവിച്ചില്ല, ഹോസ്പിറ്റലിൽ ചെല്ലാത്ത ഡെലിവറി ഇപ്പോൾ ഇന്നുണ്ടല്ലോ, എന്നാൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരുടെ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഹോസ്പിറ്റലാകുമ്പോൾ അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട്. നമ്മളെന്തൊക്കെ എന്താ പറയുക മോഡേൺ മെഡിസിൻ കുറ്റം പറഞ്ഞാലും അതിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ വളരെ നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത അത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നിരാകരിക്കുന്ന ആൾക്കും ആരെങ്കിലും കുഞ്ഞുണ്ടാവണം തന്നെ നമ്മളെ ആഗ്രഹം അല്ലേ. ഉടനെ അത്ര ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് സ്ഥിരമായിട്ട് സ്വന്തം കുഞ്ഞിനെ വീക്ഷിക്കുക, കുഞ്ഞു മുഖത്ത് നോക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ, അതിൽ എന്തെങ്കിലും അപാകത നമുക്ക് നോട്ടത്തിലുണ്ടെങ്കിൽ വേഗം കുട്ടികളുടെ ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ശരിക്ക് അത് ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ സൊഫിസ്റ്റിക്കേറ്റഡ് ഇത് കാരണം അത് റുട്ടീനായിട്ട് ചെയ്യുന്നില്ല, സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ നമ്മൾ പറയേണ്ടത് എന്താ കുട്ടികളുടെ കണ്ണ് ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെടുന്ന ഗവൺമെൻറ്റിനോട് 5 വയസ്സാകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ഒരു കണ്ണ് ഡോക്ടറെ കാണിക്കാനുള്ളൊരു ഓപ്ഷൻ ചെയ്യണമെന്നാണ്. അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് പേഷ്യൻസിനെ ഉണ്ടാക്കാനാണെന്ന് അവർ പറയും. പക്ഷേ അതല്ല സംഭവം. ചില 5-6 വയസ്സിനുള്ളിൽ 2 കണ്ണിന് അലൈൻമെൻറ്റ് കൃത്യം അല്ലെങ്കിൽ അത് പിന്നീട് അവരുടെ ഭാവി ജീവിതത്തെ നശിപ്പിക്കും. കാരണം ഈ കുട്ടികളുടെ ഭാവിയിൽ ഏത് കോഴ്സിനാണ് പോവുക, ഏത് ജോലിക്കാണ് പോവുക നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. 2 കണ്ണും ഫുൾ കാഴ്ച കാണണം, കളറ് ഒരേപോലെ കാണണം, ദൂരക്കാഴ്ചയും അടുത്ത കാഴ്ചയും ഒരേപോലെ കാണണം, നമ്മൾ കാണുന്നതിൻ്റെ വ്യാപ്തി ഫീൽഡ് ഓഫ് വിഷൻ പൂർണ്ണമായിട്ടുണ്ടാവണം. ഇതൊക്കെ ഉണ്ടാകുന്നതോട് കൂടി തന്നെ ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അത് നിങ്ങൾ എന്നെ നോക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ മൂക്കിലേക്കാണ് നോക്കണമെങ്കിൽ വലത് കണ്ണുകൊണ്ടും ഇടത് കണ്ണുകൊണ്ടും ഒരേപോലെ ഒരേ സമയം മൂക്ക് കാണണം. എന്നാലേ ഇതിൻ്റെ ഷേപ്പ് കറക്റ്റ് സൈസ് ഒക്കെ വിശമര് കാണുള്ളൂ. അതിൽ അലൈൻമെൻറ്റ് കുറവ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പ്രശ്നമൊന്നും കാണില്ല. കാഴ്ച നോക്കിക്കഴിഞ്ഞ് ദൂരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാണും അവർ, അടുത്തുള്ള കാഴ്ചയും ഫുള്ള് കാണും, കളറ് ഫുള്ളെല്ലാം കാണും, കോൺട്രാസ്റ്റ് എല്ലാം കാണും, ഫീൽഡ് ഫുള്ളാകും, പക്ഷേ ഈ അലൈൻമെൻറ്റ് ഉണ്ടാവില്ല. അത്തരം തകരാറുള്ള ആളുകൾക്ക് ചില ജോലികൾക്ക് അവർക്ക് പുറന്തള്ളപ്പെടും, ചില കോഴ്സുകളിൽ നിന്ന് അവർ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് ആ അലൈൻമെൻറ്റ് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില എക്സസൈസുകൾ ചിലപ്പോൾ വേണ്ടി വരും, ചിലപ്പോൾ കണ്ണട വെക്കേണ്ടി വരും, ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. കോങ്ങണൊക്കെ ഉള്ള കേസിലാണ് പറഞ്ഞത്. അങ്ങനത്തെ സംഭവങ്ങൾ ഈ 5 വയസ്സ് 6 വയസ്സിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും മെച്ചം കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ ആ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ആസ് ഏർലി ആസ് പോസിബിൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ LKG ചേരുന്നതിന് മുമ്പ് ഒരു കാഴ്ച പരിശോധന നിർബന്ധമാണ് എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ.